ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ദിവസമായി ഞങ്ങൾ രണ്ടുപേരുമായി കേരളത്തിലെ സർക്കാരിനോടും പ്രത്യേകിച്ച് നേമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടിയോടും 14 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ 14 ചോദ്യത്തിന് ഒന്നിനു പോലും ഉത്തരം നൽകാൻ കഴിയാതെ ഉത്തരം മുട്ടി വഴിമുട്ടി നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെയും ശിവൻകുട്ടിയെയുമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ മറ്റു ചില ചോദ്യങ്ങളുമായിട്ട് വരുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ആ ചോദ്യവുമായിട്ട് വരുന്നതിന് മുമ്പായി ഇന്ന് ശിവൻകുട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും നേമത്ത് ഒരു സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. മദ്യം പിടിച്ചു, പാർട്ടിയുടെ ബി.ജെ.പിയുടെ ഓഫീസിൽ നിന്ന് എക്സൈസ് മദ്യം പിടിച്ചു എന്നുള്ള ഒരു കല്ലുവച്ച നുണയുമായിട്ട് ശിവൻകുട്ടി സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ശിവൻകുട്ടിയെ തോൽപ്പിക്കാനും കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാനും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം തന്നെ ഈ കേരളത്തിലെ ജനതയ്ക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ച ഒരു പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ അത് കേരളത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയ ലഹരിയുമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഉയർത്തിയ വികസിത കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ഒക്കെ കൊടുത്ത് സഖാക്കന്മാരെയും അതോടൊപ്പം തന്നെ നേതാക്കന്മാരെയും ലഹരി പിടിപ്പിക്കേണ്ട ഗതികേട് ശിവൻകുട്ടിയുടെ പാർട്ടിക്കാണ്, ശ്രീ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. ആ ഗതികേട് എന്തായാലും ബി.ജെ.പിക്കില്ല. അത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വന്നതിന് ശേഷം കേരളം എന്ന് പറയുന്നത് ഏതെങ്കിലും മേഖലയിൽ വികസിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാറുകൾ തുടങ്ങുന്ന കാര്യത്തിൽ മാത്രമാണ്. സ്കൂളുകൾ പോലും പൂട്ടുന്ന സമയത്തും ബാറുകൾ 1000-ഓളം ബാറുകൾ തുടങ്ങിക്കൊണ്ട് കേരളത്തിൽ നടന്നിരിക്കുന്ന ഏക വികസനം ബാറുകൾ വികസിപ്പിച്ചു എന്നതാണ്. അവരുടെ സമയവും മാറ്റിക്കൊടുത്തു. രാത്രി 12 മണിവരെ ബാറുകൾ തുറക്കാനുള്ള സമയം മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. നിയന്ത്രണമില്ലാതെ നിയന്ത്രണത്തിനതീതമായി ബാറുകൾ തുറക്കാനും ബാറുകൾ കൂട്ടാനും വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ആ സർക്കാരാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പരാജയഭീതി കൊണ്ട് ബി.ജെ.പിക്കെതിരെ ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളിൽ ഒന്ന് ഇവിടുത്തെ റവന്യൂ വരുമാനത്തിൽ 1,14,395.1 കോടി രൂപ ബിവറേജസ് കോർപ്പറേഷൻ വഴി നേടിയതാണ്. ഈ പണത്തിൽ പാവപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുനീരുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ യുവാക്കളുടെ യാതനയുണ്ട്. ഇതിനെയെല്ലാം പണമാക്കി മാറ്റി ബിവറേജസ് കോർപ്പറേഷൻ വഴിയും ബാറുകൾ വഴിയും മാത്രം വരുമാനമുണ്ടാക്കി, ഈ നാടിനെ നശിപ്പിക്കുന്നതിലൂടെ വരുമാനമുണ്ടാക്കി അത് ഉയർത്തിക്കാട്ടുന്ന ഒരു സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാരെന്ന് ഈ വിവരാവകാശ രേഖപ്രകാരം വ്യക്തമാവുകയാണ്. ഞങ്ങൾക്കെതിരെ ഈ ദുഷ്ടലാക്കോടുകൂടിയുള്ള ആരോപണം ഉന്നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഉത്തരം ഇതാണ്: നിങ്ങളാണ് ബാറുകളും അതോടൊപ്പം തന്നെ മദ്യത്തിലും കേരളത്തെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, മുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വികസിത കേരളമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനനുകൂലമായിട്ടുള്ളൊരു തരംഗം നേമത്തും പാലക്കാട്ടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി എം.എൽ.എമാർ ബി.ജെ.പിയുടേതും എൻ.ഡി.എയുടേതുമായിട്ട് ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ അതിനെ തടയിടാൻ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളുമായിട്ട് വന്നാൽ പഴയതുപോലെ അത് ഫലിക്കാൻ പോകുന്നില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ 2024-25 കാലയളവിൽ ദേശീയ പാതയ്ക്കായിട്ടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയ്ക്കായിട്ടും കേരളത്തിൽ കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് 23,300 കോടി രൂപയും അതുപോലെ തന്നെ 160.56 കോടി രൂപയും
കേരളത്തിലെ അടിസ്ഥാന വികസന മേഖലയിൽ ഈ ഒരു വർഷം മാത്രമായിട്ട് ചെലവഴിച്ചു. ഇത് ഇവിടുത്തെ റിയാസും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും പൂഴ്ത്തിവയ്ക്കാനാണ് ഇത്തരത്തിലുള്ള വികസനങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങൾ പൂഴ്ത്തിവച്ചിട്ട് തങ്ങളുടെ പേരിൽ റീലുണ്ടാക്കാനാണ് ഇവിടുത്തെ സർക്കാർ പലപ്പോഴും ശ്രമിക്കുന്നത്. ഈ എമൗണ്ടിൽ, ഈ പറഞ്ഞ പണത്തിൽ കേവലം 31% മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടാതെ PMEGP പദ്ധതി പ്രകാരം വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹനമേകാനായിട്ട് മാർജിൻ മണിയായിട്ട് 285 കോടി രൂപ കേന്ദ്രം നൽകി. ഈ തുക വേണ്ടവണ്ണം വിനിയോഗിക്കാതെ ആ പദ്ധതി, യുവാക്കൾക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള കേന്ദ്ര പദ്ധതിയെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം കാരണം 285 കോടി രൂപ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ രേഖകളിലൂടെ തെളിയുന്നത്. ഇതിനെ സംബന്ധിച്ച് സർക്കാരിന് എന്തു പറയാനുണ്ട് ഇവിടുത്തെ യുവാക്കളോട്? ഇവിടെ വിദ്യാസമ്പന്നരായി തൊഴിലില്ലാതെ 30% തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കൾ ഉള്ള കേരളത്തിലെ യുവാക്കൾക്കായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയ 285 കോടി രൂപ എന്തുകൊണ്ട് വിനിയോഗിച്ചിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് ഈ സർക്കാർ ഉത്തരം പറയാൻ തയ്യാറാകണം. അതുകൂടാതെ കേരളത്തിനായി മെഗാ ഫുഡ് പാർക്ക്, പെട്രോ കെമിക്കൽ പാർക്ക്, യൂണിറ്റി മാൾ, സ്പൈസസ് പാർക്ക് തുടങ്ങിയവയ്ക്കായി 440.54 കോടി രൂപയുടെ സംരംഭങ്ങൾ അനുവദിച്ചു. ഇതിനെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള ഒരു കണക്ക് കേന്ദ്ര സർക്കാർ, ഇതിൻ്റെ വിനിയോഗത്തിനെ സംബന്ധിച്ച കണക്ക് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. അതേസമയത്ത് ഇതൊക്കെ ചെയ്തു എന്ന് പിണറായി വിജയൻ്റെ തലവെച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ, ഹോർഡിങ്സ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നുമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് പിണറായി വിജയൻ്റെ ഹോർഡിങ്സ് അല്ല. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കേരളത്തിൽ നൽകുന്ന പണം കേരളത്തിലെ സാധാരണക്കാരന് ഗുണം ലഭിക്കുന്ന രീതിയിൽ, യുവാക്കൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ വിനിയോഗിച്ചതിൻ്റെ എന്തെങ്കിലും രേഖ ഇവിടുത്തെ പിണറായി വിജയൻ്റെ കയ്യിലുണ്ടോ, ഈ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്നാണ് BJPക്ക് അറിയേണ്ടത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിലെ തദ്ദേശീയമായി വികസിപ്പിക്കുന്നു എന്നവകാശപ്പെട്ട് കൊക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പുകൾ നിർമ്മിച്ചിരുന്നുവല്ലോ. 15,048 ലാപ്ടോപ്പുകൾ നിർമ്മിച്ച ശേഷം ആരും അറിയാതെ ഈ സർക്കാർ ആ സംരംഭം പൂട്ടി. ഇതിനെ സംബന്ധിച്ച് ഈ 15,048 ലാപ്ടോപ്പുകൾ അത് നിർമ്മിച്ച ശേഷം ഇത് പൂട്ടിയതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണം. ഇതിൻ്റെ പിന്നിൽ ചില അഴിമതികളുണ്ട്. ഈ കുടുംബവുമായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രബല കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചില അഴിമതികളാണ് ഈ ലാപ്ടോപ്പ് കമ്പനി ഉണ്ടാക്കുന്നതിനും അതിനുശേഷം അത് പൂട്ടുന്നതിനും കാരണമായിട്ടുള്ളത് എന്ന് BJP ആരോപിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഈ സർക്കാരിന് എന്ത് പറയാനുണ്ട് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിന് വേണ്ടി കേന്ദ്രം നൽകിയ 40 കോടി രൂപ അത് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിന് വേണ്ടി ആണ് ഉപയോഗിക്കേണ്ടത്. അതിൽ 90 കോടി രൂപ അതിനു മുമ്പ് അനുവദിച്ചിരുന്നു. ഈ പൈസയും ഖാദി വില്ലേജ് ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഈ സർക്കാർ വിനിയോഗിച്ചിട്ടില്ല. അവിടെയും തിരിമറി നടത്തിയിരിക്കുകയാണ്, വഴിവിട്ട് ചെലവഴിച്ചിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള വിവരവും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട സമയത്ത് സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇങ്ങനെ കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള, ജനതയോട് പ്രതിബദ്ധതയില്ലാത്ത, ഫണ്ടുകൾ അട്ടിമറിക്കുന്ന, ഫണ്ടുകൾ തിരിമറി കാണിക്കുന്ന, അതുപോലെ തന്നെ അഴിമതി നടത്തുന്ന ഒരു ഭരണകൂടമായിട്ടാണ് പിണറായി വിജയൻ ഭരണകൂടം കഴിഞ്ഞ 10 വർഷം പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങളായിട്ട്, 21 ചോദ്യങ്ങളായിട്ട് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ ഒരു ചോദ്യത്തിനും ഇന്നേ വരെ വസ്തുതാപരമായിട്ട് ഉത്തരം നൽകാൻ ഈ തെരഞ്ഞെടുപ്പിന് ഇനി 24 മണിക്കൂർ മാത്രം 24 മണിക്കൂർ പോലും അവശേഷിക്കാത്ത ഈ സന്ദർഭത്തിൽ പോലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് BJP മുന്നോട്ട് വെച്ച ഒരു ചോദ്യത്തിന് പോലും വസ്തുതാപരമായിട്ട് ഉത്തരം നൽകാൻ കഴിയാത്ത പ്രാപ്തിയില്ലാത്ത ഒരു ഭരണകൂടമാണ് പിണറായി വിജയൻ ഭരണകൂടം. ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം ഈ കേരളത്തിൽ ഉയരണം. ആ വികാരം മുതലെടുക്കാൻ ഇവിടുത്തെ UDF പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം UDF ഇതിൻ്റെ പങ്കാളിയാണ്, പല അഴിമതിയുടെയും പങ്കാളിയാണ്.
ഇവിടുത്തെ യുവാക്കളെ ദ്രോഹിച്ചതിൻ്റെ പങ്കാളിയാണ്, ഈ കേരളത്തെ നശിപ്പിച്ചതിൻ്റെ പങ്കാളിയാണ്. രാഷ്ട്രീയപരമായിട്ട് തന്നെ CPM-ഉം കോൺഗ്രസും പരസ്പരം പങ്കാളികളാണ്. ഈ പങ്കാളികളുടെ ഭരണം അവസാനിപ്പിച്ച് വികസിത കേരളത്തിന് വേണ്ടി NDAക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അന്തരീക്ഷത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള കുപ്രചരണങ്ങൾ ഈ ഇവിടുത്തെ ജനത അർഹിക്കുന്ന അവഗണനയോടുകൂടി തള്ളിക്കളയുമെന്നാണ് BJPക്ക് പറയാനുള്ളത്.